പ്രിയരെ, ധാരാളം ക്ലാസ്സുകൾ നമ്മൾ കേൾക്കുമ്പോഴൊക്കെ എല്ലാവരും നമ്മളോട് ചോദിക്കുന്നുണ്ടാകും, നമ്മുടെ കുട്ടികളുടെയൊക്കെ ഈ പേഴ്സണാലിറ്റി എങ്ങനെയാണ് രൂപപ്പെടുന്നത്, എങ്ങനെയാണ് ഒരാളുടെ പേഴ്സണാലിറ്റി നമുക്ക് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഡെവലപ്പ് ആകുന്നത്. ചില ആളുകൾ ഭയങ്കര ധൈര്യശാലികളായിരിക്കും, ചില ആളുകൾ പാവങ്ങളായിരിക്കും. ചില കുട്ടികളാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു പോകും. അവരുടെ നല്ല പ്രായത്തിൽ എവിടേക്കെങ്കിലും പോകാൻ വേണ്ടി പറഞ്ഞാലൊക്കെ പേടിയായിട്ടിരിക്കുന്ന ആളുകളുണ്ടാവും. ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്ന പേര്. ഇത് നിർബന്ധമായിട്ടും ഈ പേര് നമ്മൾ എന്തായാലും പഠിച്ചു വെക്കണം. പിന്നെ അതിൻ്റെ ആശയങ്ങൾ കൃത്യമായിട്ട് എത്ര എണ്ണം അല്ലെങ്കിൽ ഏതൊക്കെയാണ് എന്നുള്ളത് വെറുതെ ഒന്ന് കേട്ട് വെച്ചാലും മതി. അപ്പോൾ അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്. എന്താണ് ഈ വിഷയത്തിൽ നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ, ഇതിൻ്റെ പേര്, ഈ വിഷയത്തിൻ്റെ പേര് നമ്മൾ പറയുക എറിക് എറിക്സൻ്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറി എന്നാണ്. എറിക് എറിക്സൺ എന്ന് പറയുന്നത് ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ 8 ഘട്ടങ്ങളുള്ള മനഃശാസ്ത്ര സാമൂഹിക വികാസ സിദ്ധാന്തം എന്നാണ് ഇതിന് പറയാം. മലയാളം തരുന്നത് ഏതെങ്കിലുമൊക്കെ ആളുകൾ നമ്മൾ ബി.എഡുമായോ കേട്ടറ്റുമായോ ബന്ധപ്പെട്ടൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് ഒരു കുട്ടിയെ അവർ പഠിക്കുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അവർ വളരുന്ന കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ നമ്മളെയും ഇത് വെച്ചിട്ട് വിലയിരുത്താൻ പറ്റും. ഓരോ ഘട്ടത്തിലും ഓരോ പ്രായത്തിലും നമുക്ക് ഓരോ പ്രായത്തിലും ഓരോ ക്രൈസിസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഓരോ പ്രതിസന്ധി ഉണ്ടാകും. ആ പ്രതിസന്ധിക്ക് നമ്മൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലനം എന്താണോ, അതിൽ നിന്ന് നമുക്ക് എന്താണോ കിട്ടുന്നത്, അതാണ് ഒരു കുട്ടിയുടെ ദൈനംദിന ജീവിതത്തിൽ അല്ലെങ്കിൽ ക്ലാസ് മുറികളിലൊക്കെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളതാണ് നമ്മളിതിൽ പറയാം. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം. ഒരു കുട്ടി ജനിച്ച് 6 മാസം പ്രായമുള്ളപ്പോൾ കിട്ടുന്ന പരിചരണവും 15 വയസ്സിൽ കൂട്ടുകാരിൽ നിന്ന് കിട്ടുന്ന അംഗീകാരവും ഒരുപോലെയാണോ? എന്ന് വെച്ചാൽ അവരുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നത് ഒരുപോലെയാണോ എന്നാണ് ചോദ്യം. 6 മാസം ആകുമ്പോൾ അല്ലെങ്കിൽ 1 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ 2 വയസ്സാകുമ്പോൾ ഒരു കുട്ടിക്ക് അനുഭവപ്പെടുന്ന അതുപോലെയാണോ 15 വയസ്സിലൊരു കുട്ടിക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായാൽ? ഇതിൽ കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിന് മുമ്പ് നമുക്ക് ആരായിരുന്നു ഈ സൈക്കോളജിസ്റ്റ് എന്ന് പറയാം. ആരാണ് എറിക് എറിക്സൺ? എറിക് എറിക്സൺ എന്ന് പറഞ്ഞാൽ ഫ്രോയിഡിൻ്റെ ആശയങ്ങൾ, സിഗ്മണ്ട് ഫ്രോയിഡ്, നമ്മൾ ഇനി ധാരാളം സ്ഥലങ്ങളിൽ പേര് പഠിക്കും. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായി ഒരു വ്യക്തിയുടെ വികാസം ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒന്നാണെന്ന് വാദിച്ച ഒരു മനഃശാസ്ത്രജ്ഞനായിരുന്നു സത്യത്തിൽ എറിക്സൺ. ഞാൻ തന്നെ പറയുന്നത് എന്താ വെച്ചാൽ, ഫ്രോയിഡിൻ്റെ ആശയങ്ങളോട് അദ്ദേഹം പൂർണ്ണമായിട്ട് എതിരായിരുന്നു. പക്ഷേ ആ ഒരു സംഭവമാണ് പിൽക്കാലത്ത് നമ്മൾ എറിക് എറിക്സൻ്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു തിയറി ആയിട്ട് പഠിക്കേണ്ടി വന്നത്. അപ്പോൾ എന്താണ് ഈ സൈക്കോ സോഷ്യൽ എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് സൈക്കോ പ്ലസ് സോഷ്യൽ എങ്ങനെ പറയുമല്ലോ, ഇതെന്താണ്? ഇത് വെറും ഒരു മനഃശാസ്ത്രപരമല്ല, മനസ്സും സമൂഹവും. നമ്മളിൽ പറയുന്നത് തന്നെ അങ്ങനെയാണ്, മനസ്സും സമൂഹവും. അമ്മ, അച്ഛൻ, അധ്യാപകർ, സുഹൃത്തുക്കൾ, സമൂഹം, ഇവരൊക്കെ തമ്മിലുള്ള പരസ്പര പ്രവർത്തനത്തിലൂടെയാണ് വ്യക്തിത്വം രൂപപ്പെടുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ജീവിതകാലം മുഴുവനുള്ള വികാസമാണ് അത്. ചിലപ്പോൾ നമ്മളൊക്കെ പഴയ കാലത്തൊക്കെ പറയും, ചെറുപ്പത്തിൽ ഇവരെന്താ കിട്ടിയേ അതുപോലെയാണ് ഇനി ഇവനെന്നും ഉണ്ടാവുക, അല്ലെങ്കിൽ യൗവനത്തിൽ ഇവൻ എങ്ങനെയായിരുന്നു അതേപോലെയാണ് ഇന്നും ഉണ്ടാവുക. അങ്ങനെയൊന്നുമില്ല. അത് യൗവനത്തോടെ അല്ലെങ്കിൽ ആ വികാസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ വളർച്ച എന്ന് പറയുന്നത് യൗവനത്തോടെ അവസാനിക്കില്ല, വലുതാകുമ്പോൾ നിൽക്കില്ല, അത് മരണം വരെ തുടർന്നു കൊണ്ടേയിരിക്കും. അപ്പോൾ ഓരോ ഘട്ടത്തിലും ഒരു വ്യക്തിക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകും. ഇതൊരു മോശം കാര്യമൊന്നുമല്ല. എന്ന് വെച്ചാൽ ആ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അത് ആ കുട്ടിയുടെ വിധിയാണ്, അങ്ങനെയല്ല. മറിച്ച് അതൊരു പ്രധാന വഴിത്തിരിവാണ്, ഒരു ടേണിംഗ് പോയിൻ്റാണ്. ഈ പ്രതിസന്ധി വിജയകരമായി പരിഹരിക്കുന്നത് മാനസികാരോഗ്യത്തിലേക്കും പരാജയപ്പെടുന്നത് മാനസിക ബുദ്ധിമുട്ടുകളിലേക്കും നയിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മളൊരു പ്രതിസന്ധി വന്നു, അതിൽ കൃത്യമായി നമ്മൾ ഇടപെട്ട് നമ്മളതിൽ വിജയിച്ചാൽ ആ കുട്ടിക്ക് നന്നാവാനുള്ള ഓപ്ഷനായി. ഇനി ആ കുട്ടി അതിൽ പരാജയപ്പെട്ടാൽ അതിൻ്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ അത് ബാധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓരോ പ്രതിസന്ധിയും വിജയകരമായി മറികടക്കുമ്പോഴാണ് ഒരു വ്യക്തി ആർജിക്കുന്ന ഒരു മാനസിക ശക്തി, അല്ലെങ്കിൽ അതിന് ഇച്ഛാശക്തി, അല്ലെങ്കിൽ പ്രതീക്ഷ, കഴിവ്, ഇതൊക്കെ നമുക്ക് പറയാം, ഇങ്ങനെ ഉണ്ടാകുന്നത് എന്നാണ്. ഇനി
എങ്ങനെയാണ് ഇദ്ദേഹം ഈ വികാസത്തിൻ്റെ ഘട്ടങ്ങളെ വേർതിരിച്ചതെന്നാണ് ഒരു വിശാലമായ ഭാഗമാണ്. ഒരു മണിക്കൂറുകളോളം നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്ന വലിയൊരു ടോപ്പിക്കാണ്. പക്ഷേ അത് മനസ്സിലാക്കാൻ വളരെ കുറഞ്ഞ ഘട്ടമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കുക, വികാസത്തിന് അദ്ദേഹം പറഞ്ഞത് 8 ഘട്ടങ്ങളുണ്ട് എന്നാണ്. ഞാനത് വളരെ ചുരുക്കി പറയുകയാണ്. നമുക്കത് അത്രമാത്രമേ മനസ്സിലാക്കാനുള്ളൂ. അത് നിങ്ങൾക്കത് എത്ര വേണമെങ്കിലും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കത് സ്വയം നമുക്ക് തന്നെ ഇങ്ങനെ ആലോചിക്കാൻ പറ്റും, ഞാനിതിൽ ഏത് ഘട്ടത്തിലായിരുന്നു, ഞാൻ എന്താണ് ഇങ്ങനെ ആവാനുള്ള കാരണം. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുന്ന ഘട്ടം എന്ന് പറയുന്നത് ആദ്യത്തെ 5 ഘട്ടങ്ങളാണ്. ടോട്ടൽ 8 ഘട്ടങ്ങളുണ്ട്. അതിൽ 5 ഘട്ടങ്ങളാണ് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെടുന്നത്. അതിലേറ്റവും ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് ട്രസ്റ്റ് vs മിസ്ട്രസ്റ്റ് എന്നാണ്. വിശ്വാസം ക്രോസ് അവിശ്വാസം. ഒരു കുട്ടി ജനിച്ചിട്ട് 1.5 വയസ്സ് വരെ ഒരു കുട്ടിക്ക് ഉണ്ടാകുന്നതാണ്. എന്നുവെച്ചാൽ വിശ്വാസമാണോ ആ കുട്ടിക്ക് ഉണ്ടാകുന്നത്, അവിശ്വാസമാണോ ഉണ്ടാകുന്നത്. അവിടെയാണ് നമ്മളൊരു കുട്ടി ജനിച്ച ഉടനെ നല്ല പാരൻറ്റിങ് കിട്ടിയ, നല്ല രീതിയിൽ വളർന്ന, ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുമ്പോൾ ഉമ്മ അല്ലെങ്കിൽ അമ്മ തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ടോ, ഈ ലോകം വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണോ എന്നൊക്കെ ഒരു കുട്ടിക്ക് തോന്നുന്നൊരു സമയമാണ് ശരിക്കും ഇത്, ആ ഒരു പ്രായം. ഇപ്പോൾ ഒരു വയസ്സായ കുട്ടിയെ മുകളിൽ നിന്ന് ഇടുമ്പോൾ താഴേക്ക് കുട്ടി ധൈര്യമായിട്ട് ചാടും. കാരണം താഴെ ഇരിക്കുന്ന ആളെന്നെ പിടിക്കുന്നുള്ളൊരു വിശ്വാസമുണ്ട്. അച്ഛനാണെങ്കിൽ അല്ലെങ്കിൽ ഉപ്പയാണെങ്കിൽ അവർ പിടിക്കും. അങ്ങനെ പിടിക്കുന്നില്ല എങ്കിൽ ആ കുട്ടിയുടെ വിശ്വാസം അതോടുകൂടി പോയി. പിന്നെ കുട്ടിക്ക് ചാടാൻ കഴിയില്ല. നമ്മൾ ചുടുവെള്ളത്തിൽ ചാടിയ പൂച്ചക്ക് പച്ചവെള്ളം കണ്ടാലും പേടിയെന്ന് പറയുന്നത് പോലെ വിജയിച്ചാൽ കുട്ടിക്കൊരു പ്രതീക്ഷ വരുന്നതാണ്, പരാജയപ്പെട്ടാൽ കുട്ടിയുടെ പ്രതീക്ഷ അസ്തമിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു അധ്യാപകൻ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ കുട്ടികൾക്ക് എപ്പോഴും സുരക്ഷിതത്വം നൽകുന്ന ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കണം എന്നുള്ളതാണ്. അത് വളരെ പ്രധാനമാണ്. എപ്പോഴും ഒരു കുട്ടിക്ക് നൽകേണ്ടുന്നത് ഒരു സുരക്ഷിതത്വ ബോധമാവണം. ഒരു പ്രതീക്ഷ നൽകുന്നൊരു ബോധം എപ്പോഴും ഒരു അധ്യാപകൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഞാൻ കൂടുതൽ വിശദീകരിച്ച് പോകുന്നില്ല, നമുക്ക് കുറേ പറയാനുള്ള ഒരു വിഷയമായതുകൊണ്ടാണ്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഓട്ടോണമി vs ഷെയിം ഓർ ഡൗട്ട് എന്ന് പറയും. എന്ന് വെച്ചാൽ സ്വാശ്രയത്വം, അതിന് ഓപ്പോസിറ്റ് പറയാം ലജ്ജ അല്ലെങ്കിൽ സംശയം. എന്ന് വെച്ചാൽ സ്വന്തം കാര്യങ്ങൾ, സ്വാശ്രയത്വം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, സ്വന്തം കാര്യങ്ങൾ. അപ്പോൾ ആദ്യകാല ബാല്യം എന്ന് വെച്ചാൽ ഏകദേശം ഒരു 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള പ്രായമാണ്. ഇവിടെ ഈ സമയത്താണ് ഒരു കുട്ടി എനിക്ക് കാര്യങ്ങൾ സ്വന്തമായി ഞാൻ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാം, കുട്ടി പറയുന്നതായിരിക്കും. അതുപോലെ ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നോളാം, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. ഈ സമയത്ത് വേണ്ട, ഈ കഴിച്ചാൽ കളയും, ഈ പോയാൽ വീഴും, ഇങ്ങനെ പറഞ്ഞ് കുട്ടിയുടെ ആ ഒരു പവർ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ, ഒരു 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെ പ്രായത്തിൽ ഒരു കുട്ടിയുടെ ഈ പവർ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകാൻ പോകുന്നത്, വിജയിച്ചാൽ കുട്ടിക്ക് ഇച്ഛാശക്തി, വിൽ പവർ വരും. എന്നുവെച്ചാൽ കുട്ടിക്ക് തന്നെ മനസ്സിലാകും ഐ ക്യാൻ. ആ ഒരു പ്രൊസീജിയറിലേക്കാണ് നമ്മൾ ശരിക്കും ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഒരു കുട്ടിയെ എത്തിക്കേണ്ടത്. അഥവാ കുട്ടികൾക്ക് സ്വന്തമായി തിരഞ്ഞെടുക്കാനും ചെറിയ കാര്യങ്ങൾ ചെയ്യാനും അവസരം നൽകണം. അമിതമായി നിയന്ത്രിക്കുകയോ കളിയാക്കുകയോ ചെയ്യാതിരിക്കണം. ഈ പ്രായത്തിൽ ഏറ്റവും മനോഹരമായിട്ടൊരു കുട്ടിയെ വാർത്തെടുക്കാൻ കഴിയുന്നൊരു പ്രായമാണ്. ആ സമയത്ത് കുട്ടിയെ കളിയാക്കി ഒന്ന് വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടി ഒരു കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ അത് തെറ്റിക്കഴിഞ്ഞാൽ കുട്ടിയെ കളിയാക്കുക, അല്ലെങ്കിൽ നിയന്ത്രിക്കുക, അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് പോകണ്ട. അതിൽ പറയുന്ന ആ ഒരു സമയം പോലും നമ്മൾ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലാണ് നമ്മളിനി കൂടുതൽ സംസാരിക്കാൻ പോകുന്നൊരു വിഷയം അതായിരിക്കും. ഓൺലൈൻ ക്ലാസ്സുകളിൽ കാണുമ്പോൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത്, ഇങ്ങനെ രക്ഷിതാവിനെ വെച്ച് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ അവിടെ ഉണ്ടാകാൻ പോകുന്നൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഈ കുട്ടിക്ക് ഭാവിയിൽ പലപ്പോഴും ലജ്ജയിലേക്കും ഷെയിമിലേക്കും കാര്യങ്ങൾ ചെയ്യാൻ പേടിയാവും. അഥവാ ഇത് വരുന്നത് ശരിക്കും 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ്. പിന്നീടും നമ്മൾ അധ്യാപകൻ എന്നുള്ള രീതിയിൽ അവൻ്റെ കയ്യിൽ കിട്ടുന്ന ആദ്യകാലങ്ങളിൽ അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രയാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ ഘട്ടം അത് ഇനീഷ്യേറ്റീവ് vs ഗിൽട്ട് എന്ന് പറയും. എന്ന് വെച്ചാൽ മുൻകൈയെടുക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ഉണ്ടാവുക കുറ്റബോധമാണ്. ഇതാണ് പ്രീ സ്കൂൾ പ്രായം. എന്ന് വെച്ചാൽ ഒരു 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെ നമ്മുടെ LKG കുട്ടികൾ അല്ലെങ്കിൽ പ്രീ സ്കൂൾ കുട്ടികൾ. ഇവിടെ എനിക്ക് സ്വന്തമായി പ്ലാനുകൾ ഉണ്ടാക്കാനും കളികൾ നയിക്കാനും സാധിക്കുമോ എന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണം ഇങ്ങനെ പറയാം നമുക്ക്, കുട്ടികൾ എന്ത് കണ്ടാലും ഇതെന്തിനാ, അതെന്തിനാ, അതെന്താ അങ്ങനെ, ഇതെന്തെങ്ങനെ എന്ന് ധാരാളം ചോദിക്കുന്ന സമയമാണ്. അത് ഇനീഷ്യേറ്റീവാണ്. അഥവാ അതിൽ കുട്ടി വിജയിച്ചാൽ കുട്ടി സക്സസ് ആണ്. എന്ന് വെച്ചാൽ ഉദ്ദേശം പർപ്പസ്ഫുള്ളി കുട്ടിക്കറിയാം ഇതിങ്ങനെയാണ്, അത് അതിന് വേണ്ടിയിട്ടാണ്, ഇതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു അധ്യാപകന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് കുട്ടികളുടെ ചോദ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. എന്ത് ചോദിച്ചാലും കുട്ടിക്ക് കറക്റ്റായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു അധ്യാപകന് സാധിച്ചാൽ
അത് വലിയ ഒരു സക്സസ് ആയിരിക്കും. അധ്യാപകനെ കൊണ്ട് കഴിയുന്നൊരു വലിയ സക്സസ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ പറയാം എക്സ്പ്ലോറേഷൻ നടത്താൻ ഒരു കുട്ടി ഇങ്ങനെ റോഡിലൂടെ നടക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, പക്ഷേ റോഡിലൂടെ നടക്കാൻ കുട്ടി അനുവദിക്കണം. അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അമിതമായി കുറ്റപ്പെടുത്താതിരിക്കണം. തിരുത്തേണ്ടുന്നൊരു ഭാഗമുണ്ട്, അത് നമ്മൾ അതിൻ്റെ ഒരു ഭാഗത്ത് പറയും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഈ മൂന്നാമത്തെ ഘട്ടം വളരെ പ്രധാനമാണ്. പ്രീ പ്രൈമറി ഘട്ടമാണ്, നമ്മൾ ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ഘട്ടമാണ്. ആ സമയത്ത് ഗിൽട്ട് ഉണ്ടാവാതിരിക്കാൻ, കുറ്റബോധം ഉണ്ടാവാതിരിക്കാൻ, എന്ത് ചെയ്യുമ്പോഴും കുട്ടി തുടങ്ങാൻ പ്രയാസമുള്ള കുട്ടികൾ, ലീഡർഷിപ്പിന് കഴിയാത്ത കുട്ടികളൊക്കെ ഉണ്ട്, ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഈ സമയത്ത് വരുന്ന ചില കുട്ടികൾക്ക് കിട്ടുന്ന ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കാണ്. അതാണ് ആ കുട്ടിയുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്നത്. അപ്പോൾ 3 ഘട്ടം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 4ാമത്തെ ഘട്ടം ഞാൻ പറയുന്നു, നിങ്ങൾക്കിത് നോട്ടായിട്ട് എഴുതാം. ഈ ഘട്ടങ്ങൾ മാത്രം നോട്ട് എടുത്താൽ മതി. നമ്മൾ പറഞ്ഞത് എറിക്സന്റെ തിയറിയാണ്. 8 ഘട്ടങ്ങളാണ്, പ്രധാനപ്പെട്ട 5 ഘട്ടങ്ങളാണ്. അതിൽ 3 ഘട്ടം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. 4ാമത്തെ ഘട്ടം ഇൻഡസ്ട്രി vs ഇൻഫീരിയോറിറ്റി എന്നാണ്. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വാക്കിൽ നിന്ന് തന്നെ കിട്ടും, കർമ്മോത്സുകതയാണ്. ഇൻഫീരിയോറിറ്റി എന്ന് പറഞ്ഞാൽ അപകർഷതാബോധമാണ്. ഇപ്പോൾ നമുക്കറിയാം ഏകദേശം ഒരു 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള പ്രായം. അവിടെ 5ാമത്തെ വയസ്സ് മുതൽ 12ാമത്തെ വയസ്സ് വരെ ഒരു കുട്ടി അനുഭവിക്കുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടെയുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുന്ന പ്രായം. എനിക്ക് മറ്റുള്ളവരെ പോലെ കഴിവുണ്ടോ, എനിക്ക് കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുമോ, ഇങ്ങനെ ഈ ഘട്ടത്തിലാണ് സ്കൂളുകളും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് നോർമലി നമുക്കറിയാം, ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു രക്ഷിതാവ് എപ്പോഴും കുട്ടികളെ കുറ്റപ്പെടുത്തുക. അപ്പുറത്താളെ നോക്കിക്കോ, അവനെന്ന് കണ്ടോ, ഇവനെ കണ്ടു പഠിക്ക്, അത് നോക്ക്, അവൻ അങ്ങനെ അടിച്ചിട്ടുണ്ട്, ഇവനിങ്ങനെ കാണിക്കുന്നുണ്ട്, അവൻ നല്ല കുട്ടിയാണ്, ഇതൊക്കെ പറയുന്നൊരു പ്രായമാണ്. പക്ഷേ ഈ സമയത്ത് ഈ കുട്ടിക്ക് കിട്ടുന്ന ഇതുപോലെയുള്ളൊരു മോട്ടീവ് എന്ന് വെച്ചാൽ, എങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇൻഡസ്ട്രി ചെയ്യുന്ന ഒരു കർമ്മോത്സുകതയിൽ നിന്ന് കുട്ടി ഒരു ഇൻഫീരിയോറിറ്റിയിലേക്ക് പോയാലും, സക്സസ് ആയി കഴിഞ്ഞാൽ കുട്ടി എന്തായാലും നല്ല കഴിവുള്ള കോമ്പറ്റൻസ് ഉള്ള കുട്ടിയാകും, എല്ലാവരോടും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന കുട്ടിയാകും. പക്ഷേ ആ സമയത്തെങ്ങാനും മോശമായിട്ട് വന്നാൽ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട പ്രായമാണ് ഇത്. അധ്യാപകരാണ് ഏറ്റവും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഘട്ടം. ഈ ഘട്ടത്തിൽ കുട്ടിയുടെ കഴിവിനെയല്ല ശ്രമത്തെയാണ് അഭിനന്ദിക്കേണ്ടത്. എന്ന് വെച്ചാൽ കുട്ടി എഫേർട്ട് എടുക്കുന്നുണ്ടോ എങ്കിൽ ഓക്കെയാണ്. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് അപകർഷതാബോധം ഉണ്ടാക്കാതിരിക്കാൻ ഒരു അധ്യാപകൻ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് നമ്മൾ ഈ പറയുന്ന 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ള ഈ 4ാമത്തെ ഘട്ടം. ഈ ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും കുട്ടി ചെയ്യുന്ന എഫേർട്ട് മടിയനാക്കാൻ കഴിയില്ല. കുട്ടിയെ വളരെ വലിയതായിട്ട് നല്ല ഉഷാറായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് അഹങ്കാരബോധം ഉണ്ടാകും, അതും ഉണ്ടാകാൻ പാടില്ല. മറിച്ച് കുട്ടിയുടെ എഫേർട്ടിനെ നമ്മൾ പരമാവധി നന്നായി പറയുകയും ശ്രമത്തെ അഭിനന്ദിക്കുകയും ചെയ്ത് അപകർഷതാബോധം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അടുത്ത ഘട്ടം നമ്മളൊക്കെ പറയുന്ന ഒരു ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന കൗമാരം, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി vs റോൾ കൺഫ്യൂഷൻ. നമ്മൾ പറയില്ലേ ഐഡൻറ്റിറ്റി vs എന്ന് പറയുന്നത് വേഴ്സസ് എന്നുള്ളതിനാണ്. അപ്പോൾ നമ്മളിപ്പോൾ സ്വത്വം, ഇപ്പം ഞാൻ ആരാ, ഞാൻ എന്താ, എനിക്ക് എത്ര വയസ്സായി, ഞാൻ വലുതാണോ, ഞാൻ ചെറുതാണോ എന്നൊക്കെ കുട്ടിക്ക് ബോധ്യപ്പെടേണ്ടുന്നൊരു പ്രായമുണ്ട്. അതാണ് ശരിക്കും 5ാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. അവിടെ ധാരാളം ഉണ്ടാവാറുള്ളൊരു പരിപാടി എന്താ വെച്ചാൽ റോൾ കൺഫ്യൂഷനാണ്. ഞാൻ വലുതാ ചെറുതാ, അതിന് സാധാരണ ഉദാഹരണങ്ങൾ കുറേ പറയാനുണ്ട്. അത് പറയാറുണ്ടല്ലോ, ഒരു വലിയ കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വരുമെന്ന് പറയും, പിക്ക നീ കുട്ടിയാണ്. അതേ ചെറിയൊരു കാര്യം കുട്ടി ചെയ്തിട്ടില്ലെങ്കിൽ ചിലത് പറയുമ്പോൾ പറയും ഇത്ര വലുപ്പമായില്ലേ, എന്നിട്ട് ഇത് ചെയ്യുന്നില്ലല്ലോ എന്ന് ചോദിക്കും. ഇത് രണ്ടും കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വലുതായോ ഞാൻ ചെറുതായോ എന്ന് ചിന്തിക്കുന്നൊരു പ്രായം, കൗമാരം എന്നാണ് നമ്മൾ പറയുക. അതിനെക്കുറിച്ച് മാത്രം നമുക്കൊരു സെഷൻ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇതിൽ പറഞ്ഞു പോകാം. 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള പ്രായമാണ് ഈ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന കാലഘട്ടം. അഥവാ ഞാൻ ആരാണ്, എൻ്റെ ലക്ഷ്യം എന്താണ്, സമൂഹത്തിൽ എൻ്റെ സ്ഥാനം എന്താണ്, ഇതൊക്കെ ഐഡൻറ്റിറ്റി ക്രൈസിസിൻ്റെ ഭാഗമാണ്. അതിലെങ്ങാനും കുട്ടി വിജയിച്ചു കഴിഞ്ഞാൽ വിശ്വസ്തതയിലെത്തി, അല്ലെങ്കിൽ കുട്ടി സക്സസ് ആയി. അവിടെ അധ്യാപകരുടെ പ്രാധാന്യം എന്ന് പറയുന്നത് കൗമാരക്കാരായ വിദ്യാർത്ഥികൾക്ക് അവരുടെ താല്പര്യങ്ങൾ കണ്ടെത്താനുള്ള അവസരങ്ങൾ നൽകുക, വ്യത്യസ്ത ആശയങ്ങൾ പരീക്ഷിക്കാൻ അവരെ അനുവദിക്കുക, സ്ഥിരതയുള്ള ഒരു മാതൃകയാവുക. നമ്മൾ ഇവിടെ ധാരാളം നമ്മൾ കാണുന്നൊരു സാധനമാണ് സ്ഥിരതയുള്ള മാതൃക എന്ന് തന്നെ ഞാൻ പറയാനുള്ള കാരണം. ഒരുപാട് തവണ ഉണ്ടാകുന്നത് ഈ സമയത്തൊരു സ്ഥിരത കാണില്ല. പല രീതിയിൽ ചോദിക്കും, ഒന്നങ്ങോട്ട് പറയും ഇങ്ങോട്ട് പറയും. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നീ വലുതാണോ ചെറുതാണോ കുട്ടിക്ക് തന്നെ കൺഫ്യൂഷൻ വരുന്ന രീതിയിലായിരിക്കും മിക്കവാറും ഈ ഘട്ടത്തിലുള്ള പെരുമാറ്റം ഉണ്ടാവാറുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്ന 6ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അടുപ്പം vs ഒറ്റപ്പെടൽ, ഇൻറ്റിമസി vs ഐസൊലേഷൻ എന്ന് പറയാം. യൗവനം
അതെന്ന് വെച്ചാൽ 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ഘട്ടം. ഇത് പുരുഷനും സ്ത്രീക്കൊക്കെ ധാരാളം നമുക്ക് പറയാനുണ്ട്. നമ്മൾ അടുത്ത വിഷയങ്ങളിൽ അതൊക്കെ പ്രതിപാദിക്കും. അപ്പോൾ എനിക്ക് ആഴത്തിലുള്ള അർത്ഥവത്തായ ബന്ധങ്ങൾ, പ്രണയം, സൗഹൃദം സ്ഥാപിക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന പ്രായം. വിജയിച്ചാൽ സ്നേഹം ഉള്ള നല്ല മനുഷ്യനായിരിക്കും. പരാജയപ്പെട്ടാൽ ആ ഒരു കുറ്റബോധം അല്ലെങ്കിൽ ഒറ്റപ്പെടൽ, ഈ സമയത്താണ് നമുക്ക് മാനസികമായിട്ടുള്ള പ്രതിസന്ധികൾ, ഐസൊലേഷൻ എന്ന് പറയുന്നത്, ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്, ആരോടും കൂട്ടുകൂടാതിരിക്കുന്നത്, ചിലപ്പോൾ പറ്റ ഡൗണായി പോകുന്നത്, ഡിപ്രഷനിലേക്ക് പോകുന്നത് ഒക്കെ ഈ പ്രായത്തിലാണ്. അപ്പോൾ ഈ പ്രായത്തിലാണ് നമ്മൾ എനിക്ക് ആരുമില്ല, എനിക്ക് പൈസ ഇല്ല, എനിക്ക് സ്നേഹിക്കാൻ ആളില്ല, എൻ്റെ ഭാര്യ എന്നെ പരിഗണിക്കുന്നില്ല, മക്കൾ പരിഗണിക്കുന്നില്ല, കുടുംബം പരിഗണിക്കുന്നില്ല, നാട്ടുകാർ വില തരുന്നില്ല, ഇങ്ങനെയൊക്കെ തോന്നുന്ന പ്രായമാണ്. നമുക്ക് പ്രധാനം അല്ലെങ്കിൽ കൂടി ഞാനൊന്ന് പറഞ്ഞു വെച്ചെന്നേ ഉള്ളൂ. ഇത് നമ്മളൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത വിഷയത്തിൽ പഠിക്കും. അപ്പോൾ ഘട്ടം 6 നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ്. നമ്മൾ ഒരാൾ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കുന്ന പ്രായമാണ് യൗവനം എന്ന് പറയുന്നത്. ഇഷ്ടപ്പെടുന്ന പ്രായമാണ്. അവിടെ ഇൻറ്റിമസി അല്ലെങ്കിൽ ഐസൊലേഷൻ. ഇൻറ്റിമസി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു, ഐസൊലേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ സ്നേഹം നഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി അടുത്തൊരു സംഭവം കൂടി പറയാം. 7ാമത്തെ ഘട്ടമാണ് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ എന്ന് പറയും. അത് 40 വയസ്സ് മുതൽ 65 വയസ്സ് വരെയാണ്. 40 വയസ്സ് കഴിഞ്ഞാൽ ഒരാൾക്ക് പൂർണ്ണത എത്തിയെന്നാണ്. ഉൽപ്പാദനക്ഷമതയുടെ പ്രായം അല്ലെങ്കിൽ സ്തംഭനാവസ്ഥ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ. നിങ്ങൾ നോക്കിയിട്ടുണ്ട് 2 വിഭാഗം ആൾക്കാരെ ലോകത്തുണ്ടാവുക. ഒന്നുകിൽ ഈ 40 വയസ്സിന് ശേഷം ഭയങ്കര ആക്റ്റീവാകുന്ന ആൾക്കാർ, കുറച്ച് അന്തം വന്നു എന്ന് നമ്മൾ പറയും. 40 വയസ്സ് കഴിഞ്ഞാൽ പക്വത എത്തി, ഞാൻ അടുത്ത തലമുറയ്ക്ക് വേണ്ടി മക്കളിലൂടെയോ ജോലിയിലൂടെയോ സാമൂഹിക സേവനത്തിലൂടെയോ എന്തെങ്കിലും സംഭാവന ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നോക്കുന്നൊരു പ്രായമാണ്. അങ്ങനെ ഒരാൾ ചെയ്താൽ അയാൾക്ക് കെയർ ഉണ്ടാവും, പരിചരണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ അയാളെത്തും വിജയിച്ചു കഴിഞ്ഞാൽ. വിജയിച്ചിട്ടില്ലെങ്കിൽ, പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് സംഭവിക്കുന്നത് സ്തംഭനാണ്. ആൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ, ലൈഫ് എന്തിനാണെന്ന് പോലും മനസ്സിലാകാതെ അങ്ങനെ നിൽക്കുന്നൊരവസ്ഥ. ഈ 7 ഘട്ടം ഒരാൾ കഴിഞ്ഞു പോയാൽ അവരാണ് 8ാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുന്നത്. 8ാമത്തെ ഘട്ടത്തോടെ അവസാനിക്കുകയാണെ. അത് നമ്മൾ ഈഗോ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ആത്മസംതൃപ്തി ഉണ്ടാകും, അല്ലെങ്കിൽ നിരാശ ഉണ്ടാകും. ഒന്നുകിൽ ആത്മസംതൃപ്തി ആയിരിക്കും, അല്ലെങ്കിൽ നിരാശയായിരിക്കും, ഡിസ്പെയർ. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞു മുമ്പത്തെ പ്രായം 65 വയസ്സിന് മുകളിലാണ് ഇത് വരിക. നിങ്ങൾ കേൾക്കണോ, വയസ്സായ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒന്ന്, എന്നെ ആരും പരിഗണിക്കുന്നില്ല, എന്നെ ആർക്കും മനസ്സിലാവുന്നില്ല, ഞാൻ ജീവിതത്തിൽ ഒന്നും ചെയ്തില്ല, എൻ്റെ ആയുസ് വെറുതെ ആയിപ്പോയി. ഈ ഒരു തോന്നൽ വരുന്ന ആളുകൾ ആത്മസംതൃപ്തി ഇല്ലാത്തവരാണ്. സംതൃപ്തി ഇല്ലാത്ത ആളുകൾ നിരാശാബോധമാണ്. അതേസമയത്ത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നല്ലോണം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു, ഞാൻ വളരെ ഉഷാറായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ, അവരാണ് 65 വയസ്സിന് മുകളിൽ ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ സംതൃപ്തനാണോ, അതോ പരാജയബോധവും നിരാശയുമാണോ? അതിൽ ജയിച്ചാൽ ജ്ഞാനം അല്ലെങ്കിൽ വിസ്ഡം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരാൾക്ക് യുക്തിയുള്ള ആ ഒരു സമയത്താണ് ആൾ ഞാൻ സക്സസ് ആയിരുന്നു, എൻ്റെ ലൈഫ് സക്സസ് ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞേ ഒരു ഭാഗം നമുക്കിങ്ങനെ ആലോചിക്കാം. ഇപ്പം നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളിൽ ഒരു കുട്ടിക്ക് അപകർഷതാബോധം തോന്നാതിരിക്കാൻ ഒരു അധ്യാപകന് എന്ത് ചെയ്യാൻ കഴിയും എന്ന് നമ്മളുടെ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്നൊരു സാധനം ഇതാണ്. നമ്മുടെ ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് അപകർഷതാബോധം, ഇൻഫീരിയോറിറ്റി വന്നാൽ അതുണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ ഇത് 2-3 രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഒന്ന്, ജസ്റ്റ് നിങ്ങളൊരു പേപ്പറിൽ ഈ സംഭവം മാത്രം എഴുതുക, എന്നിട്ട് നിങ്ങളത് ജസ്റ്റ് അതൊരു പേപ്പറായിട്ട് സബ്മിറ്റ് ചെയ്യുക. ഒറ്റ പേപ്പറിൽ മാത്രം ഒരു ഭാഗത്തേക്ക് മാത്രം എഴുതിയിട്ട് എങ്ങനെയാണ് നിങ്ങളതിനെ പരിഹരിക്കുക എന്നുള്ളത് ഒരു അസൈൻമെൻറ്റ് രൂപത്തിൽ ജസ്റ്റ് അതിൻ്റെ ഇടയിൽ നിങ്ങളെ പേര് എഴുതുക, ഒരു പേപ്പറിൽ ആ ഉത്തരം എഴുതുക. രണ്ടാമത്തെ ഒറ്റ കാര്യം കൂടി നമ്മൾ എഴുതാണ്, കൗമാരക്കാരായ വിദ്യാർത്ഥികൾ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഏകദേശം നേരത്തെ പറഞ്ഞല്ലോ, കൗമാരം, അവരുടെ ഐഡൻറ്റിറ്റി കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ സ്ഥാപനത്തിന് എങ്ങനെ അവരെ പിന്തുണക്കാൻ സാധിക്കും, അത് കരിയർ ഗൈഡൻസ്, മെൻറ്റർഷിപ്പ് പ്രോഗ്രാം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നിങ്ങൾ പറയേണ്ടത്. ആ രീതിയിലുള്ളൊരു സംഭവം കൂടി നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരു സംഭവം നമുക്ക് ഇത്രയും നേരം എന്താ പറഞ്ഞതെന്നുള്ളതിന് ഒന്ന് ചുരുക്കി പറയാം. എറിക്സൺ നമ്മെ പഠിപ്പിക്കുന്നത് വ്യക്തിത്വം ഒരു തവണ രൂപപ്പെട്ട് അവസാനിക്കുന്ന ഒന്നല്ല, അത് നിരന്തരമായ സാമൂഹിക ഇടപെടലുകളിലൂടെ ജീവിതകാലം മുഴുവൻ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു രക്ഷാകർത്താവ് എന്ന നിലയിൽ നാം ഒരു കുട്ടിയുടെ ജീവിതത്തിലെ നിർണായകമായ പ്രതിസന്ധി ഘട്ടങ്ങളിലെ പ്രധാന കണ്ണികളാണ്. നമ്മുടെ ഇടപെടലുകൾ അവർ പ്രതീക്ഷയുള്ളവരാണോ അതോ കഴിവുള്ളവരാണോ എന്ന് തീരുമാനിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ എറിക് എറിക്സൻ്റെ തിയറി വെച്ചിട്ട് നമ്മൾ പറയുന്നു, 8 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ഘട്ടങ്ങളിലും നമ്മളാണ് കൂടെയുള്ളത്. ആ
ആ സമയത്ത് നമ്മൾ അവരെ കൈപിടിച്ചു കൊണ്ടുവന്നാൽ ബാക്കി 3 ഘട്ടങ്ങളിൽ അവർ സക്സസ് ആയിരിക്കും. ധാരാളം അനുഭവങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടാകും. നിങ്ങളുടെ ചെറുപ്പകാലം നിങ്ങൾക്ക് ആലോചിക്കാം, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയായി, ഞാൻ എന്തുകൊണ്ട് ഭയമുള്ളവരായി, ഞാൻ എന്തുകൊണ്ട് ധൈര്യമുള്ളവരായി, ഞാൻ എന്തിനും ചാടി പുറപ്പെടുന്നവളായത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആയവൻ എങ്ങനെയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്ന വലിയൊരു ടോപ്പിക്കാണ്. ഇത് നിങ്ങളുടെ ജീവിതവുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്യുക. 8 ഘട്ടങ്ങളെ കൃത്യമായി നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. എന്നിട്ട് എറിക് എറിക്സൺ എന്ന് പറയുന്ന സൈക്കോ സോഷ്യൽ തിയറി എന്ന് പറയുന്ന ഈ തിയറിക്ക് സാമൂഹികമായി എങ്ങനെയാണ് മാനസികവുമായിട്ടുള്ള പിന്തുണ ലഭിക്കുന്നത് എന്ന് കണ്ടെത്തുക. വലിയൊരു ഭാവി നമുക്ക് ഈ ഒരു വിഷയത്തിൽ മാത്രം നിങ്ങൾക്ക് മണിക്കൂറുകളോളം 8 ടോപ്പിക്കുകൾ മാത്രം ക്ലാസ് എടുക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ വളരെ ചുരുക്കി പറഞ്ഞതാണ്. എല്ലാവിധ ഭാവുകങ്ങളും. അടുത്തൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.